ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സത്യത്തില് ഞാനിപ്പം ചെയ്യുന്ന കണ്ടന്റ് അല്ല ഞാൻ ഇപ്പം വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ എമ്പുരാനെ കുറിച്ചുള്ള ഒരു ഒരു വേറെ വീഡിയോ, എമ്പുരാന്റെ റിലീസിങ് ലേറ്റ് ആവുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഒരു വേറെ വീഡിയോ ആയിരുന്നു ഉദ്ദേശിച്ചത്. അപ്പം ഇത് പെട്ടെന്ന് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു കണ്ടന്റും അത് അത് എനിക്കിപ്പം അത് ഒരു റെലവെന്റ് ആയിട്ട് തോന്നിയതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ ചെയ്യാണ്. കാരണം നമ്മളെല്ലാവരും എമ്പുരാന്റെ ഒരു അപ്ഡേറ്റിനോ ഒരു പ്രൊമോഷൻ പരിപാടിക്കോ ഇന്റർവ്യൂസിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യണം. രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ചാനലുകളിലൊക്കെ ചർച്ചകളൊക്കെ ഇത് തന്നെയാണ്. എന്തുകൊണ്ട് ഇത്ര വലിയൊരു സിനിമ, ഇത്ര വലിയ ബജറ്റിൽ ഇറങ്ങുന്ന, ഇത്ര ഗംഭീരമായിട്ട് മലയാളത്തിൽ ഏറ്റവും വലിയ ഹൈപ്പിൽ വരുന്ന സിനിമയ്ക്ക് ഇനി റിലീസ് ആവാൻ ഒരു രണ്ടാഴ്ച ഉണ്ട്. ആ രണ്ടാഴ്ചക്കുള്ളിൽ ഓൾറെഡി നമ്മൾ പ്രൊമോഷൻ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ്. ഇപ്പം ആക്ടേഴ്സ് ഇന്റർവ്യൂസ് കൊടുത്ത് തുടങ്ങണം. അതർ എല്ലാ ലാംഗ്വേജിലും, ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലും ഇറങ്ങുന്നത് കൊണ്ട് ഓരോ സ്റ്റേറ്റിലും പോയിട്ട് പ്രൊമോട്ട് ചെയ്യാനുണ്ട്. ടീസർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, നമുക്കിനി അതിന്റെ ട്രെയിലർ കാണണം. സോ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 26 ലാസ്റ്റ് എബ്രാം ഖുറേഷിയുടെ ആ ഒരു ക്യാരക്ടർ പോസ്റ്റർ റിവീൽ ആയതിനു ശേഷം ഒരു അപ്ഡേറ്റും ഈ സിനിമയെ കുറിച്ചിട്ട് നമ്മൾ മുമ്പിലേക്ക് വന്നിട്ടില്ല. അതിനിടയ്ക്ക് മാർച്ച് 3 പൃഥ്വിരാജിന്റെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിരുന്നു. പൃഥ്വിരാജ്, ഞാൻ അന്നത് വായിച്ചതാണ്. ഞാൻ അന്ന് പോസ്റ്റ് കാണുകയും വായിക്കുകയും ചെയ്തതാണ്. പക്ഷെ അന്ന് ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കാത്തത് കൊണ്ട് തന്നെ അത് അങ്ങനെ ആ രീതിയിലേക്ക് എടുത്തില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് ഒരു നോർമൽ കാര്യമായിട്ട് തോന്നി. എന്നാൽ ഇന്ന് ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ഒന്നും കൂടി ഒന്ന് പൃഥ്വിരാജിന്റെ ഹാൻഡിൽ, സോഷ്യൽ മീഡിയ ഹാൻഡിൽ കയറി നോക്കാം, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പോൾ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി അത് വായിച്ചപ്പോൾ അപ്പൊ അതിൽ കുറച്ച് കൂടുതൽ അർത്ഥങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ അർത്ഥങ്ങൾ ഉള്ള പോലെ എനിക്ക് ഇപ്പം ഫീൽ ചെയ്ത്. അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വെച്ചിട്ടാണ് ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. നമുക്ക് ശരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ അദ്ദേഹം അദ്ദേഹം ലാസ്റ്റ് അദ്ദേഹം ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട ഫോട്ടോയ്ക്ക് താഴെ എഴുതിയ ആ ഡിസ്ക്രിപ്ഷൻ ഇപ്പം വായിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ അതൊന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നു. അത് നമുക്കൊന്ന് വായിക്കാം ആദ്യം, ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും കണ്ട പോസ്റ്റർ ആയിരിക്കും. ഇത് ഒരു പഴയ ലുക്കിൽ, പണ്ടത്തെ പൃഥ്വിരാജിന്റെ ആ ലുക്കിലേക്കൊക്കെ മാറിയിട്ട് മാർച്ച് 3 അദ്ദേഹം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അതിന്റെ താഴെ എഴുതിയത് ഇങ്ങനെയാണ്: ഫിനിഷ് ആൻഡ് ഹാൻഡ് ഓവർ ഫിലിം ആൻഡ് ഓൾ മാർക്കറ്റിംഗ് അസെറ്റ് ഓൺ യുവർ ഡയറക്ടോറിയൽ. ഇവര് ടിക്ക്, വിച്ച് മീൻസ് അത് കഴിഞ്ഞു, ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയുടെ, അതായത് എമ്പുരാന്റെ എല്ലാ വർക്കുകളും ഫിനിഷ് ആക്കി, ഈവൻ മാർക്കറ്റിംഗ് അസറ്റ് കൂടെ ഫിനിഷ് ആക്കി ഹാൻഡ് ഓവർ ചെയ്തു. ഇപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു, ഇത്ര ജസ്റ്റ് കൈ കഴുകിയ പോലെ. അതായത് ഇതൊക്കെ കഴിഞ്ഞ്, എന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഞാൻ അത് ഹാൻഡ് ഓവർ ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്തല്ല ഒന്നും, ഇനിയുള്ളത് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മളെ ഈ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് സംബന്ധിച്ച കാര്യങ്ങളാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഈ രീതിയിൽ വായിച്ചപ്പോഴാണ് ഞാൻ അധികം നമ്മൾ കേൾക്കുന്ന റൂമേഴ്സിൽ പലതിലും കാര്യമുണ്ടോ എന്നൊരു തോന്നല്. കാരണം ഒരു ഡയറക്ടർ, ആസ് എ ഡയറക്ടർ അദ്ദേഹത്തിന്റെ എല്ലാ ഡ്യൂട്ടീസും, ആസ് എ ഡയറക്ടർ അദ്ദേഹത്തിന്റെ എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് ഈവൻ മാർക്കറ്റിംഗ് അസറ്റ് കൂടെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് മാർച്ച് 3 അദ്ദേഹം പരിപാടി കഴിച്ചു. അദ്ദേഹം അത് അദ്ദേഹം എംപുരാന്റെ എല്ലാ പരിപാടി കഴിച്ചു. ഇനി നമുക്ക് അദ്ദേഹം പറഞ്ഞ ബാക്കി കാര്യങ്ങൾ വായിച്ചിട്ട് ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം പിന്നെ ഗെറ്റ് ഇൻ ടു അപ്പിയറൻസ് ഓഫ് യുവർ നെക്സ്റ്റ് ആസ് എൻ ആക്ടർ. നമുക്കറിയാം, നമ്മൾ റൂമേഴ്സ് അല്ല, ഇതിന് അമ്മ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് രാജമൗലി പടത്തിലുണ്ട് എന്നുള്ളത്. ഇതിനു മുമ്പും പൃഥ്വിരാജനെ സംശയം പോലെ പറഞ്ഞിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ, അതായത് ഈ കാണുന്ന ലുക്ക് ആയിരിക്കാം രാജമൗലിയുടെ, അതായത് ഗെറ്റിംഗ് ആ ലുക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ആക്ടറായിട്ട് അഭിനയിക്കുന്ന മൂവിയുടെ ആ ലുക്കിലേക്ക് അദ്ദേഹം മാറുകയാണ്. അതും ടിക്ക്, അതും ഡൺ. പിന്നെ ലാസ്റ്റത്തെ ആ മൂവിനെ കുറിച്ചുള്ള തന്നെയാണ്: റിയലൈസ് യു ഹാവ് ലോങ് മോണോലോഗ് ഇൻ ലാംഗ്വേജ് ദാറ്റ് നോട്ട് നാറ്റീവ് ടു യു ആൻഡ് സ്റ്റാർട്ട് ബിക്കമിങ് നെർവസ്. ഓഫ്കോഴ്സ് തെലുങ്കാണ്, നമുക്കറിയാം രാജമൗലിയുടെ സിനിമ തെലുങ്കിലാണ് വരുന്നത്, അദ്ദേഹത്തിന്റെ നാറ്റീവ് ലാംഗ്വേജ് അല്ല. സോ വലിയ മോണോലോഗ്സ്, വലിയ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. സോ അതിനെക്കുറിച്ച് നെർവസ് ആണ് ഞാൻ. ഈ 3 കാര്യങ്ങളാണ് അന്ന് ആ പോസ്റ്റ് ചെയ്യുമ്പോൾ മാർച്ച് 3 അദ്ദേഹം പറഞ്ഞത്. നമ്മളെല്ലാവരും കണ്ടതും വായിച്ചതുമാണ്. പക്ഷെ ഇപ്പം വായിച്ചപ്പോൾ ഇതിലെ ഫസ്റ്റ് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് പല പല അർത്ഥങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. എല്ലാ പണിയും എമ്പുരാന്റെ കഴിച്ച് അദ്ദേഹം മാർക്കറ്റിംഗ് മെറ്റീരിയലും കൂടി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. സോ പിന്നെ എന്തുകൊണ്ട് ഇപ്പോഴും ഒരു പ്രൊമോഷനോ ഒരു മാർക്കറ്റിംഗ് പരിപാടികളോ നമ്മൾ കാണാത്തതെന്ന് ചോദിച്ചാല്, അതായത് അതിൽ പൃഥ്വിരാജ് അല്ല അതിന് ഉത്തരവാദി. ഇത് അദ്ദേഹം ചെയ്യുമ്പോൾ മേ ബി നമ്മളിപ്പം കേൾക്കുന്ന റൂമേഴ്സ് ഒക്കെ ശരിയാണെങ്കിൽ, അതായത് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. കാരണം ലൈക്ക പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവർക്കൊരു കച്ചിത്തുരുമ്പാണ് എമ്പുരാൻ. കത്തി, ഇവിടെ ആദ്യത്തെ പ്രൊഡക്ഷൻ കത്തി എന്ന സിനിമ വിജയിച്ചല്ലാതെ
ഒട്ടുമിക്ക എല്ലാ സിനിമകളും ഭയങ്കരമായിട്ട് ഫ്ലോപ്പായ ഒരു പ്രശ്നം തന്നെയാണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അജിത് കുമാറിന്റെ വിടാമുയർച്ച പോലും, ഇന്ത്യൻ ടു, ദർബാർ, കാഞ്ചന ടു, ഒരുപാട് സിനിമകളുണ്ട്. അപ്പം അവർക്ക് ഉള്ള ഒരു കച്ചിത്തുരുമ്പാണ് എമ്പുരാൻ. നമ്മൾ കേൾക്കുന്ന റൂമേഴ്സിൽ പലതും അതാണ്. അതായത് അവരെ വിശ്വാസമില്ല ഈ OTT പ്ലാറ്റ്ഫോമിനൊന്നും അവരെ ഒരു പ്രൊഡക്ഷൻ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഇത് ഡിലേ ആവുന്നത്. അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. അവർ കൂടുതൽ ക്യാഷ് ചോദിക്കുന്നു. ആശീർവാദിനോട് ഷെയർ ചോദിച്ചു പിന്മാറാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ഇപ്പോഴും നമുക്കൊന്നും അറിയില്ല. എനിക്കും കുറച്ച് മുന്നേ വരെ ഞാനതൊക്കെ അവിശ്വസിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിനെ പറ്റിയായിരുന്നു. പക്ഷെ ഈ ഒരു പോസ്റ്റ്, ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് നമ്മൾ കേൾക്കുന്നതിലൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് തോന്നുക. കാരണം പൃഥ്വിരാജ് മേ ബി 3-ാം തീയതി ഇത് ചെയ്യുമ്പോൾ, ഹാൻഡ് ഓവർ ചെയ്ത് ഈ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അപ്പോൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലറിയാം, ഓക്കെ ചില ഇഷ്യൂസ് ആർ ഗോയിങ് ഓൺ, കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി മനസ്സിൽ കണ്ടിട്ടാണോ അദ്ദേഹം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഞാനത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എന്ന് നമുക്കറിയില്ല കേട്ടോ. ഇപ്പൊ മേ ബി ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, ഇങ്ങനെ പ്രശ്നം നടക്കുന്നത് കൊണ്ട് നമ്മളത് ഇപ്പം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയതാകും. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു കേൾക്കുന്ന റൂമേഴ്സിൽ പലതും സത്യം തന്നെയാണ്. പൃഥ്വിരാജ് കൈയൊഴിഞ്ഞ പോലെ തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് പ്രൊജക്റ്റിലേക്ക് പോയി. ബട്ട് ഒരിക്കലും ഇന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിന് റിലീസ് ആവുന്ന വരെ അദ്ദേഹത്തിന് അതിന് വിട്ടു നിൽക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ട് അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്തിട്ട് അദ്ദേഹം ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് മാർക്കറ്റിംഗ് ചെയ്യേണ്ടതും എല്ലാം ചെയ്യുന്നത് പ്രൊഡക്ഷനാണ്. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതിന്റെ ഒരു വലിയ പങ്ക് ആ പ്രൊഡക്ഷനിലാണുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറച്ച്, അതായത് ഇത്ര കാലം ഞാൻ ഒക്കെ ഒരു പ്രശ്നവുമില്ല, ഇന്ന് വൈകുന്നേരം പോലും ഒരു പ്രശ്നവുമില്ല, ഒക്കെ കൂളാന്ന് വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുക എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടോ, ഈ സിനിമയ്ക്ക് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെറിയൊരു ടെൻഷൻ. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ട്രെയിലർ ലോഞ്ച് ആണ്. കാരണം മലയാളത്തിൽ അത് അധികം സുപരിചിതമില്ലെങ്കിലും തമിഴിലെ ലൈക്ക പ്രൊഡക്ഷൻ ഇതിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ഗംഭീര ട്രെയിലർ ലോഞ്ച് ഒക്കെ ഈ സിനിമയ്ക്ക് ചെയ്യാം. ഞാൻ സത്യത്തിൽ വെയിറ്റ് ചെയ്യുന്നത് ആ ട്രെയിലർ ലോഞ്ചിനാണ്, എന്നാണെന്നുള്ള അതിന്റെ ഒരു റിസൾട്ടിനാണ്. ഇപ്പോൾ ഇത് ശരിക്കും ആരുടെ ഭാഗത്തുനിന്ന്, ആന്റണി പെരുമ്പാറിന്റെ ഭാഗത്തുനിന്ന്, ആരുടെ ഭാഗത്തുനിന്നോ പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്നോ ഒരു അപ്ഡേറ്റും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ചെറിയൊരു നെർവസ് പരിപാടി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും ഇപ്പൊ എനിക്ക് ഈ സിനിമയെ കുറിച്ച് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് കമന്റിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.